ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ന് പറഞ്ഞിരിക്കുന്ന നാളെ പറയുന്ന എല്ലാം ഒന്ന് തന്നെയായിരിക്കും, അതൊന്നും മാറിയില്ല. അതുകൊണ്ട് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, ഇനി ₹1 പോലും കേരളത്തിൽ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. എന്നെ ഇവിടെ നിന്ന് ഫ്ലൈറ്റിന് കൊണ്ടുപോയിട്ട് 470 ഏക്കറാണ് എൻ്റെ പേരിലെടുത്ത് എനിക്ക് തന്നിരിക്കുന്നത്. അതായത് ഫ്രീ ഹോൾഡ് ലാൻഡ്. കേരളത്തിൽ ഇന്ന് വരെ ഇല്ല, ലീസാണ്, 30 വർഷത്തെ ലീസാണ് കിട്ടുക. അതിന് 100 നൂലാമാലകളാണ്. ഇത് എൻ്റെ പേരിൽ ആധാരം ചെയ്ത് 470 ഏക്കർ സ്ഥലം തന്നിരിക്കുകയാണത്. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ നാളെ അത് വിൽക്കാം. 470 ഏക്കർ ഫ്രീ ഹോൾഡ് ലാൻഡാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് 30,000 ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ്, ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്, ഫാക്ടറിക്ക് അകത്താണ് ഞാൻ പറയുന്നത്. 30,000 ആളുകൾക്ക് നേരിട്ട് ജോലി ചെയ്യാൻ സാധിക്കും അവിടെ. 85% വിമൻ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. അതിലുള്ളൊരു ഗുണം കൂടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തെലങ്കാനയെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു സംഭവമാണത്. കാരണം അവിടെ ഫാർമസ്യൂട്ടിക്കലുണ്ട്, IT ഉണ്ട്. അപ്പോൾ ക്വാളിഫൈഡ് ആൻഡ് സ്കിൽഡ് ആളുകൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെ ലാക്കിംഗ് എന്ന് പറയുന്നത് അൺസ്കിൽഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ആളുകൾക്കാണ്, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പറയുന്ന ആളുകളിൽ ഏതാണ്ട് 95% അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു എക്കോണമിയിൽ വലിയൊരു ബൂസ്റ്റ് ഉണ്ടാകുന്ന സംഗതിയാണ്. പിന്നെ അവർ ഓഫർ ചെയ്യുന്ന ഇൻസെൻറ്റീവുകൾ, സൗകര്യങ്ങൾ നമുക്ക് ഒട്ടനവധിയാണത്. ഇവിടുന്ന് പോകുന്ന പ്രോഡക്ട്സ് ഇനി ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്യുക, ഈ പ്രോഡക്റ്റ് കൊണ്ട് ഇവിടുന്ന് പോകുന്നത് തൽക്കാലം ഞങ്ങളിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും ഞങ്ങളിത് അടച്ചുപൂട്ടും. ആ ഒരു ഇതിലാണ്. കാരണം ഇപ്പോഴും ഹരാസ്മെൻറ്റ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ശ്രീരജൻ ഇപ്പോൾ ഈ ഡയറക്റ്റ് അറ്റാക്ക് പോയിട്ട് ത്രൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് നടക്കുന്നത്. കാരണം ഡയറക്റ്റ് അപ്രോച്ചിൽ ഫെയിലായി കഴിഞ്ഞു, ഇനി അത് നടക്കില്ല എന്നറിയാം. ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ് വാട്ടർ ഒരു കനാൽ ക്രോസ് ചെയ്യുന്നുണ്ട്, പെരിയാർ വാലി. അത് 95 ഇട്ടിരിക്കുന്ന 27 വർഷമായിട്ട് ഉള്ള കണക്ഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് കുടിവെള്ളം വരുന്ന സോഴ്സ്, ഇത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പെരിയാർ വാലി ഇപ്പോൾ പല തവണയായിട്ട് നോട്ടീസ് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫാക്ടറി നിൽക്കും. ഒരാളുടെ കുടിവെള്ളമില്ലാതെ എങ്ങനെ അത്രയും ആളുകൾ അവിടെ ജീവിക്കും? 11,000 ആളുകൾ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ടല്ലോ. 11,000 ആളുകൾ ജോലി. അവിടെ ഫാക്ടറി ഇല്ല. ഈ സ്വിങ് ഫാക്ടറിയിലാണ് ഈ പ്രശ്നം. അവിടെ ഫാക്ടറി കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഇല്ല. അവിടെ കുടിവെള്ളവും അവിടെ താമസിക്കുന്നവരുടെ പേഴ്സണൽ ഇതിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. കമേഴ്ഷ്യലായിട്ട് ഞങ്ങൾ വെള്ളം എടുക്കുന്നില്ല. അത് ഒരു കനാൽ ക്രോസ് ചെയ്തിട്ടുണ്ട് പെരിയാർ വാലിയുടെ. 27 വർഷം മുമ്പ് പെർമിഷൻ മേടിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പെർമിഷൻ്റെ പേപ്പറൊന്നും ഇപ്പോൾ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. 27 വർഷം മുമ്പ് അതിനുള്ള 3 ഷിഫ്റ്റിംഗ് നടന്നു. അപ്പോൾ അത് എല്ലാവരും കനാലിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. അതിൻ്റെ ഉദ്ദേശം എന്താണ്? സിമ്പിൾ. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഷട്ട് ചെയ്യും. അല്ല, അങ്ങനെ വന്ന് അത് ഞങ്ങൾ കോടതി വഴി ഞങ്ങൾ നേരിടും അങ്ങനെ വന്നു കഴിയുന്നത്. പക്ഷേ ജനറലി ഞങ്ങളുടെ ഒരു സൈക്കോളജി, ഞങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് പാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ മിക്കവരും ഇവിടെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നവർ മിക്കവരും മൈഗ്രൻസ് ആണ്. അപ്പം ലോക്കൽ ആണ്. അപ്പം സ്റ്റേക്ക് കുറവാണ് പൊളിറ്റിക്കലി. നമ്മുടെ ഹോട്ടലുകൾ, എറണാകുളത്ത് ഇപ്പോൾ നമ്മുടെ ഈ ഹോട്ടലുകൾ, സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ല ഞാൻ പറയുന്നത് എല്ലാവരും അത് തന്നെയാണത്. ഇവിടെ ഞങ്ങൾ 100% മലയാളീസ് വെച്ചിട്ടാണ് ഫാക്ടറി തുടങ്ങിയത്. 2011 വരെ 100% കേരളൈറ്റ്സ് ആയിരുന്നു. 2011 വരെ. അതിനുശേഷം ഇതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മൈഗ്രൻ്റ് ലേബറിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നമുക്കൊരു മൈഗ്രൻ്റ് ലേബറിനെ കൊണ്ടുവരുമ്പോൾ അവൻ്റെ അക്കോമഡേഷൻ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവൻ്റെ എക്സ്പെൻസ് കൂടുതലാണ്, റിസ്ക് ഫാക്ടർ കൂടുതലാണ്, ആരും ചെയ്യില്ല അത്. ആ അവൈലബിലിറ്റി കുറഞ്ഞതനുസരിച്ച് ആണ് ഞങ്ങൾ ഇത് ഇൻക്രീസ് ചെയ്തത്. ഇന്നും ഒരു മലയാളി അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാതെ പോകുന്നില്ല. അവർക്കാണ് അതിൻ്റെ ആവശ്യമുള്ളത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് എക്സ്പെൻസ് കുറവാണ്, റിസ്ക് ഫാക്ടർ കുറവാണത്. ഇന്നും 51% മലയാളീസാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. 51%
ഔട്ട് ഓഫ് 16,000. അല്ല, അങ്ങനെയല്ല എൻ്റെ ഫാക്ടറിയിൽ 11,000 ആളുകൾ മാത്രമാണ്. മറ്റതിലെല്ലാം വന്നിട്ട് അതുകൊണ്ട് 80-90% മലയാളീസാണ് മറ്റ് യൂണിറ്റുകൾ. ഞാൻ പറയുന്ന ഈ പറയുന്ന 11,000-ൽ 51% മലയാളീസാണ് ഈ ഇഷ്യൂ നടക്കുന്ന ഫാക്ടറിയിൽ, അതായത് എൻ്റെ ഓണർഷിപ്പിലുള്ളത്. മറ്റെൻ്റെ ബ്രദറിൻ്റെ ഓണർഷിപ്പാണ്. അവിടെയൊക്കെ 90%-ഉം 100%. ഇപ്പോൾ അന്ന അലുമിനിയം 100% മലയാളീസാണ്. സാറാ സ്പൈസ് 100% മലയാളീസാണ്. അവിടെ കിറ്റക്സ് ടെക്സ്റ്റൈൽ ഡിവിഷനുണ്ട്, അതിൽ മാത്രമാണ് ഈ പറയുന്ന മൈഗ്രൻ്റ് ലേബർ ഉള്ളൂ. അതാണ് ഞാനിപ്പോൾ മാനേജ് ചെയ്യുന്നത്. എൻ്റെ ബ്രദറാണ് മാനേജ് ചെയ്യുന്നത്. അന്ന അലുമിനിയം സാറാ സ്പൈസ് 100% മലയാളീസാണ്. കാരണം എന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ക്ലിയർ ആണത്. മിനിസ്റ്റർ ഒരു പ്രാവശ്യം പറഞ്ഞു, രാജീവ് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, പിന്നെ ബ്രദർ പിന്നെ മിനിസ്റ്റർ നല്ല മനുഷ്യനാണെന്ന് സംസാരിക്കുന്നുണ്ട്, ഇദ്ദേഹം സംസാരിക്കാൻ പോലും തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെ കമ്മി അടുപ്പിച്ച ഇതിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യമാണെന്ന് പറയുന്ന ഒരാൾ ഫാക്ടറികൾ സമരം ചെയ്തും അടിച്ചു പൊളിച്ചും പൂട്ടിച്ചിരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഫാക്ടറികൾ തുറക്കണമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കും? ഇദ്ദേഹം വീണ്ടും മന്ത്രി സ്ഥാനം മാറി സാധാരണ മനുഷ്യനാകുമ്പോൾ ഇതേ സ്വഭാവം തന്നെ എടുക്കും. അപ്പം ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണത്. അതുകൊണ്ട് തന്നെയാണ് 28-15 എന്ന് നമ്മൾ പറയുന്നു. എങ്ങനെയായി? PR വർക്ക് മാത്രമാണത്. കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയുടെ പേര് പറയട്ടെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേര് പറയട്ടെ. അവിടെ എത്ര പേരുണ്ട്? ഇതിലെന്താണെന്നറിയോ? കേരളത്തിൽ നമ്മൾ വിചാരിക്കേണ്ട അതല്ല. ഇപ്പോൾ കർണാടക ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് നടത്തി. അവിടെ എത്ര 5 ലക്ഷം കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട് എത്രയോ ഇൻഡസ്ട്രികൾ വന്നിരിക്കുന്നു. ഇവിടെ കേരളക്കാർ പഴയ ഇൻഡസ്ട്രി അല്ലാതെ കിറ്റക്സ് പോലെ, വിഗാർഡ് പോലെ, അല്ലെങ്കിൽ സിന്തൈറ്റ് പോലെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി വന്നത് കാണിക്കട്ടെ. നമ്മൾ 15-ഉം 14-ഉം ഒക്കെ പ്യുവർലി PR വർക്കാണ്. ഈ PR വർക്ക് തന്നെ അതിൻ്റെ ബ്രെയിൻ കൊടുത്ത് ഞാനാ. അത് കഴിഞ്ഞ തവണ കൊടുത്തതാ, അതിപ്പോൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഡൽഹിയിലുള്ള വർക്കാത്. ആ ഡൽഹിയിൽ വർക്കിൽ നമ്മൾ 15-ഓ 18-ഓ കൊണ്ടുവരാം. പക്ഷേ റിയാലിറ്റി അതല്ല. റിയാലിറ്റി കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇപ്പോഴും എത്രയാണ്? സെയിം പെർസെൻറ്റേജാണത്. അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ആളുകൾ നാട് വിട്ടു പോകണു? ഈ പറയുന്ന രീതിയിലുള്ള വ്യവസായങ്ങൾ ഇവിടെ വന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്നു? അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ഇല്ല, അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞിട്ടില്ല. പിണറായി വിജയനുമായിട്ട് തെറ്റിയ കാര്യം പറഞ്ഞു. തെറ്റിയെന്നല്ല, ഞാൻ അതിനുശേഷം അല്ല, അതുകൊണ്ടല്ല. എനിക്ക് അദ്ദേഹത്തിന് എന്താണ് മനസ്സിലെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അത്രമാത്രം ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തൊരാൾ അതേ വ്യവസായത്തെ തന്നെ അവരുടെ പാർട്ടിയും അവരുടെ മന്ത്രിമാരും സഹാക്കളും എല്ലാവരും കൂടി ആക്രമിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടം കാണിക്കുന്ന അല്ലെങ്കിൽ കാണിക്കാത്ത ഒരാളുമായിട്ട് എന്ത് ലോഹ്യം വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? നമ്മളൊരു സാധാരണ ഫ്രണ്ട്ഷിപ്പായാൽ തന്നെയും എന്തെങ്കിലും എന്നാ പറ്റിയടാ എന്ന് ചോദിക്കണ്ടേ? അത് എന്നെ വേദനിപ്പിക്കുന്ന, ഞാൻ അങ്ങനെ വേദനിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് വിട്ടു, അത്ര തന്നെ. കാരണം ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോൾ വലിയ ആളായിട്ട് ഞാൻ പറയല്ല. അത് പുള്ളിക്ക് അറിയാം. എന്നെ കൊണ്ട് പുള്ളിക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഈ ബ്രേക്ക് കൊണ്ട് എനിക്ക് ഒരു നഷ്ടമില്ല. കാരണം എൻ്റെ സമയം അത്ര ലാഭമാണ്. കാരണം ഇന്നും പുള്ളിക്ക് എന്നെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റിയനെ. ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കുകൾ, ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാം എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉണ്ട്. പുള്ളി വായിച്ചിരിക്കുന്നതിനും ഡോക്യുമെൻ്റ് ഉണ്ട്. ഞാൻ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഞാൻ പോകുന്നില്ല. എനിക്കറിയാവുന്ന അത്രയും ഒരാൾക്കും അറിയില്ല.
അതാ പറഞ്ഞത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണ് വളരെ സിമ്പിളാണ്. അത് താങ്കളുടെ അച്ഛനുള്ള സമയത്ത് തുടങ്ങിയ ബന്ധമാണ്. അതിനേക്കാളൊക്കെ വളരെ ഉപരിയായിരുന്നു അത്. അച്ഛൻ തുടങ്ങിയതിനേക്കാളും ഒക്കെ വളരെ വളരെ ഡെപ്തിൽ. കാരണം 5 വർഷത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു സർക്കാരിനെ, പുള്ളിയുടെ സഭ മാത്രമല്ല എല്ലാ മന്ത്രിമാരുടെയും എല്ലാ പോളിസിയും ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്ലാസ് അല്ല, പോളിസി. അതുകൊണ്ടാണ് ഈ രണ്ടാം പിണറായി സർക്കാർ അത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അതേ പാർട്ടിക്കാരിൽ നിന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ നോക്കി നിന്നു. മൗനം സമ്മതം എന്ന് പറയാറില്ലേ, അതാണ് പുള്ളി എടുത്തൊരു പോളിസി. ഇല്ലാതെ ആവണേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഒരു ഫോൺ കോൾ അങ്ങോട്ട് വിളിക്കാവുന്ന അടുപ്പ് നിങ്ങൾ ആവശ്യം എന്താ അത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2004 എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു സൗഹൃദം. അന്ന് എന്നോട്, ഞാൻ അന്ന് ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. അന്ന് പുള്ളി പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് എൻ്റെ ചാച്ചനോട് പറഞ്ഞു, പിണറായി സാറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞാലോ. അന്നേരം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം പുള്ളിയോട് പറഞ്ഞ് നമ്മളത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗഹൃദമില്ലാതെ പോകും. അന്നും ഇന്നും കിറ്റക്സും ഞങ്ങളുടെ ഈ വ്യവസായ സ്ഥാപനങ്ങളും ഞങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒട്ടനവധി സഹായങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഒരു സഹായവും മേടിക്കാത്ത ഒരേ ഒരു വ്യവസായി ഉണ്ടെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ മാത്രമുള്ളൂ.